നമസ്കാരം. മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. നാളെ ജൂൺ മാസം 21 നാളത്തെ ദിവസഫലത്തിലേക്ക് കടക്കാം. 12 നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വളരെയധികം മാറ്റവുമായിട്ടാണ് നാളത്തെ ദിവസം കടന്നു വരുന്നത്. എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ സാധ്യമാകുന്ന, ജീവിതത്തിലേക്ക് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു സുദിനം കൂടി നാളെ വന്നണയും. 12 നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യ സുദിനം തന്നെയായിരിക്കും നാളത്തെ ദിവസം നൽകുന്നത്. ആ 12 നക്ഷത്രക്കാരായ ഭാഗ്യശാലികൾ ആരൊക്കെയെന്ന് നോക്കാം. 12 നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രമായി വരുന്നത് അശ്വതിയാണ്. ഗൃഹം മൂടി പിടിപ്പിക്കാനുള്ള ചില കാര്യങ്ങൾക്ക് നാളത്തെ ദിവസം തീരുമാനമാകുന്നതാണ്. വാഹനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചിലവുകൾ അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികളൊക്കെ വരാനുള്ള ഒരു സാധ്യത കാണുന്നു. അതുകൊണ്ട് വാഹന കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തുക. മാതൃവഴി അല്ലെങ്കിൽ പിതാവിൻ്റെ വഴി ചില ബന്ധുക്കളുടെയൊക്കെ സമാഗമം വന്നു ചേരുന്നതാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള ബന്ധു സമാഗമം നാളത്തെ ദിവസം ഗൃഹത്തിൽ ഉണ്ടാകുന്നതാണ്. ദോഷകാലത്തിൻ്റെ ആ ഒരു കാഠിന്യം കുറഞ്ഞു വരുന്ന ഒരു സമയം കൂടിയാണ്. ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ വന്നു ചേരും. അതായത് ഭൂമി വിൽക്കണമെന്ന ഉദ്ദേശത്തോട് ഒരുപാട് നാളുകളായി ആലോചനയിൽ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഒരു തീർപ്പൊക്കെ കൽപ്പിച്ചു കിട്ടുന്ന സമയമാണ്. ഏത് പ്രവൃത്തിയും അല്പം ശ്രമിച്ച് ചെയ്യേണ്ടതായ ഒരു ദിവസം കൂടിയാണ്. പെട്ടെന്ന് എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾക്കൊന്നും നാളത്തെ ദിവസം പോകാതിരിക്കുക. അല്പം ശ്രമകരമായ കാര്യങ്ങളാണെങ്കിലും ഒരുപാട് ശ്രദ്ധ കൊടുത്തു വേണം നാളത്തെ ദിവസം അതൊക്കെ പൂർത്തീകരിക്കുവാൻ. തിരുവാതിരയാണ് അടുത്ത നക്ഷത്രം. പണം ചിലവാക്കുന്ന കാര്യങ്ങളിൽ നാളത്തെ ദിവസം അല്പമല്ല അധികം ശ്രദ്ധ തന്നെ കൊടുക്കുക. അനാവശ്യ ചിലവുകൾ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധയെന്നോണം. പറയുന്ന വാക്കുകളിൽ അടിയുറച്ച് നിൽക്കുന്നൊരു കൂട്ടരു കൂടിയാണ് നിങ്ങൾ. എങ്കിലും സാധിക്കാൻ കഴിയാത്ത വാക്കുകൾ ആർക്കും കൊടുക്കാതിരിക്കുക. മനോവിഷമങ്ങളൊക്കെ മാറിക്കിട്ടുന്ന ഒരു ദിവസം കൂടിയാണ്. എങ്കിലും ചില തെറ്റുകൾ നമ്മുടെ ഭാഗത്തു നിന്ന് വന്ന് ചേരാനുള്ള ഒരു സാധ്യതയുള്ളതിനാൽ തന്നെ നഷ്ടപ്പെട്ടു പോയ എന്തെങ്കിലും കാര്യങ്ങളെ ഓർത്തോ ഒക്കെ ചില വിഷമങ്ങളൊക്കെ വന്നു ചേരും. അല്ലെങ്കിൽ ആലോചിച്ച് ചില വിഷമങ്ങളൊക്കെ ഉണ്ടാക്കി നിങ്ങൾ തന്നെ ചിലപ്പോൾ സ്വയം എടുക്കാനും സാധ്യതയുണ്ട്. അതായത് കഴിഞ്ഞുപോയ ചില കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ കഴിഞ്ഞുപോയ ചില ബന്ധങ്ങളിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചോ ഒക്കെയുള്ള ചിന്തനം നിമിത്തം സ്വയം ചിന്തിച്ചു കൂട്ടുന്ന ചില പ്രശ്നങ്ങളൊക്കെ നാളത്തെ ദിവസം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യങ്ങളും നാളത്തെ ദിവസം ചിന്തിക്കരുത്. പൂയമാണ് അടുത്ത നക്ഷത്രമായി വരുന്നത്. നാളത്തെ ദിവസം ജോലികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കർമ്മവുമായി ബന്ധപ്പെട്ട് അല്പം ടെൻഷനൊക്കെ, അതായത് കൃത്യസമയത്തിനുള്ളിൽ സമയപരിധിക്കുള്ളിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കണം എന്ന ഒരു ധൃതി നാളത്തെ ദിവസമൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ദീർഘകാല നിക്ഷേപം എന്നോണം അല്പം ഭൂമിയൊക്കെ വാങ്ങിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തീർപ്പാക്കുന്ന കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ നടപടിയിലേക്ക് എത്താൻ സാധ്യത കാണുന്നുണ്ട്. ഓർമ്മശക്തി കുറവ് അല്പം നിങ്ങൾക്ക് ഈ ഒരു സമയം ഉണ്ട്. അതായത് കുറച്ച് നാളായി ചില കാര്യങ്ങൾ വെച്ചാൽ ഇന്നെടുത്ത് വെക്കുന്നത് മറവിയൊക്കെ വന്നു ചേരുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചോണം. ചില പ്രധാന രേഖകളൊക്കെ എവിടെയെങ്കിലും മറന്നു വെച്ചതിന് ശേഷം അതൊക്കെ നഷ്ടം വരാനുള്ള ഒരു സാധ്യതയും നാളത്തെ ദിവസം കാണുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധ, ഒരു സൂക്ഷ്മത എല്ലാ കാര്യങ്ങളിലും അനിവാര്യമാണ്. ചില കഴിവുകളൊക്കെ പുറത്തെടുക്കാനുള്ള ഭാഗ്യം, അതായത് ചില ആളുകൾക്ക് പാടാൻ കഴിവുണ്ടാവും, ചില ആളുകൾക്ക് ഡാൻസ് ചെയ്യാൻ കഴിവുണ്ടാവും. അങ്ങനെ ഒരുപാട് കഴിവുകൾ ഉണ്ടായിട്ടും അത് പുറത്തെടുക്കാൻ കഴിയാതെ അല്ലെങ്കിൽ അവസരങ്ങൾ വന്നു ചേരാത്ത ആളുകളുണ്ടാകും. അവസരങ്ങൾ ലഭിച്ച് തങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കാൻ ആഗ്രഹിക്കുന്നവരും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നാളത്തെ ദിവസം വളരെയധികം അനുകൂലമായ സമയമാണ്. നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നതായ കഴിവുകൾ പുറത്തെടുക്കാനുള്ള ഒരു അവസരം നാളത്തെ ദിവസം വന്നു ചേരുന്നതാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് കടം കൊടുത്ത് കിട്ടാതിരുന്ന ധനമൊക്കെ വീണ്ടും ഒരുപാട് നാളുകൾക്ക് ശേഷം തിരിച്ചു കിട്ടാനുള്ള സാധ്യത നാളത്തെ ദിവസം കാണുന്നുണ്ട്. മക്കളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മക്കളുടെ സുരക്ഷയ്ക്ക് ഉതകുന്നതായ പല കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു ഭാഗ്യം അല്ലെങ്കിൽ മനസ്സിലേക്ക് ഒരു തോന്നലുകളൊക്കെ നാളത്തെ ദിവസം വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് വളരെയധികം നല്ല ഒരു ദിവസം തന്നെയാണ് നാളെ. ചില കീഴ് ജീവനക്കാർ, അതായത് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ തന്നെ നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകൾ അല്പം നിങ്ങളുമായി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികളിൽ അല്പം ദേഷ്യമുള്ളവരോ അല്ലെങ്കിൽ അസൂയുള്ളവരോ ഒക്കെ ആകുന്നുണ്ട്. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കി വേണം അവരുമായി പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകുവാനായിട്ട്. അവർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് സംസാരങ്ങൾ വരാതിരിക്കാൻ കൂടി നാളത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടതാണ്. മകമാണ് അടുത്ത നക്ഷത്രം.
എല്ലാം ഒരു ലക്ഷ്യബോധത്തോടു കൂടി ചെയ്യുന്ന നിങ്ങളുടെ സ്വഭാവം നാളെ അത് വളരെയധികം ഗുണകരമായ ഫലത്തെ നിങ്ങൾക്ക് നൽകുന്നതാണ്. ആരാധനാലയങ്ങളിൽ ദർശനത്തിന് പോകാനായി നാളത്തെ ദിവസം നിങ്ങളുടെ മനസ്സിലേക്ക് ആഗ്രഹം വരുന്നതാണ്, അല്ലെങ്കിൽ മുൻകൂട്ടി നാളത്തെ ദിവസം അതിനായി തീരുമാനം എടുത്തിരിക്കുന്ന ആളുകളും ആ ആഗ്രഹം, എന്ത് ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ പോകുന്നത്, ആ ആഗ്രഹം നാളത്തെ ദിവസം പൂർത്തീകരിക്കുന്നതാണ്. കാരണം വളരെയധികം ദൈവാധീനമുള്ള ഒരു ദിവസം കൂടിയാണ്. നാളെ ചില സാമ്പത്തിക സഹായങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ചെയ്യാനുള്ളൊരു അവസരവും വന്നു ചേരും. അപ്പോൾ നാളെ ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നെങ്കിൽ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നതും നിങ്ങൾക്ക് തുടർന്നുള്ള സമയങ്ങളിൽ വളരെയധികം ശ്രേഷ്ഠമായ ഒരു ജീവിതം കെട്ടിപ്പടുത്തെടുക്കുന്നതിന് സഹായകമാകും. അടുത്ത നക്ഷത്രം മകയിരമാണ്. ചില ഉൾപ്രേരണകളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. അതായത് നമ്മളൊരു തെറ്റായ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ, തെറ്റായ ചിന്തനത്തിലേക്ക്, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യുമ്പോൾ അതിൽ പരാജയം വരും എന്നൊരു തോന്നൽ, അല്ലെങ്കിൽ വിജയം വരും എന്നൊരു തോന്നൽ ഉണ്ടാകാറുള്ളത്. അതായത് ഒരു ഉൾവിളി എന്നൊക്കെ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു ചേരുന്നതാണ്. അപ്പോൾ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഒരു വേളയിൽ എന്തെങ്കിലും ഒരു ഉൾവിളി, അല്ലെങ്കിൽ അത് ചെയ്യേണ്ട, അത് ചെയ്തോളൂ എന്നൊക്കെയുള്ള ചില തോന്നലുകൾ വന്നു കഴിഞ്ഞാൽ ആ തോന്നലുകൾ അനുസരിച്ച് തന്നെ നാളത്തെ ദിവസം മുന്നോട്ട് പോവുക. അത് ദൈവികമായിട്ടുള്ള ഒരു ചിന്തനം അല്ലെങ്കിൽ ഒരു തോന്നലാണ്. ദൈവാധീനം ധാരാളം ഉള്ള സമയമായതിനാലാണ് അങ്ങനെ നിങ്ങൾക്കൊരു തോന്നൽ ഉണ്ടാകുന്നത് തന്നെ. നാളത്തെ ദിവസം ഒരു ശുഭാപ്തി വിശ്വാസം ഏത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് വളരെയധികം തുണയായി കൂടെ ഉണ്ടാകുന്നതാണ്. വ്യവസായികൾക്ക് വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരുന്ന, അല്ലെങ്കിൽ വ്യവസായവും ബന്ധപ്പെട്ട് ഡെവലപ്പ് ചെയ്യുന്നതിനായി പുതിയ പല മാർഗങ്ങളും പുതിയ ടെക്നിക്കുകളൊക്കെ കണ്ടുപിടിക്കാനും നാളത്തെ ദിവസം സാധ്യമാകുന്നതാണ്. ചിത്തിരയാണ് അടുത്ത നക്ഷത്രം. ഉദ്യോഗവുമായി ബന്ധപ്പെട്ട്, നിങ്ങളുടെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് സ്ഥാനക്കയറ്റത്തിനൊക്കെയുള്ള സാധ്യത കാണുന്നു. ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കും നാളത്തെ ദിവസം വളരെയധികം പ്രത്യേകതകൾ ഉള്ളതായിരിക്കും. അതേപോലെ തന്നെ അനാവശ്യമായ ചില കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു സ്വഭാവമുണ്ട്. അതായത് ചില അന്യരുടെ കാര്യങ്ങളിലാണെങ്കിൽ അനാവശ്യമായ ഒരു കൈ കടത്തുന്ന സ്വഭാവം നാളത്തെ ദിവസം ചിലപ്പോൾ വിനയായി മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. വളരെ ഭാഗ്യ സമയമാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെട്ട് പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാൻ കൂടി നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. ചോതി നക്ഷത്രക്കാർക്കും നാളത്തെ ദിവസം ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും വിജയം കണ്ടെത്താൻ സാധ്യമാകുന്നതാണ്. ഒരുപാട് നാളുകളായി മനസ്സിലുള്ള ചില സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കപ്പെടുന്ന ദിവസം കൂടിയാണ്. ഭൂമി വാങ്ങുവാനോ അല്ലെങ്കിൽ വാഹനം വാങ്ങുവാനോ ഒക്കെയുള്ള കരാറുകളിൽ ഒപ്പിടാൻ കൂടി നാളത്തെ ദിവസം നിങ്ങൾക്ക് വളരെയധികം സാധ്യമാകുന്നതാണ്, അല്ലെങ്കിൽ അനുകൂലമായ ദിവസമാണ്. ചില സുപ്രധാന കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു ദിവസം കൂടിയാണ് നാളെ. അടുത്ത നക്ഷത്രം രേവതിയാണ്. നാളത്തെ ദിവസം മക്കളുടെ ഉന്നതിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾക്ക് അവരോടൊപ്പം പോകേണ്ടതായി വരികയും, അപ്പോൾ നിങ്ങളുടെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് കുറച്ച് നാളത്തെ ലീവ് ഒക്കെ എടുക്കേണ്ടതായ അവസ്ഥയൊക്കെ നാളത്തെ ദിവസം വരും. അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് യാത്രകളൊക്കെ നിങ്ങൾക്ക് ചെയ്യേണ്ടതായി വരും. ചില ആദരവുകളൊക്കെ നാളത്തെ ദിവസം നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരു അനുഗ്രഹാശിസ് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ പിതൃക്കളുടെ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ ആയിരിക്കും, അല്ലെങ്കിൽ ദൈവാധീനം തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഏത് പ്രവൃത്തിയിലും ആ ഒരു അനുഗ്രഹത്തിൻ്റെ പവർ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധ്യമാവുകയും അത് നിങ്ങൾക്ക് വളരെയധികം വിജയം നേടിത്തരികയും ചെയ്യും. വിശാഖം നക്ഷത്രക്കാർക്കും ഈശ്വരാധീനം ധാരാളമായി ഉണ്ടാകുന്ന ഒരു ദിവസം കൂടിയാണ് നാളെ. അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് ശേഷം പല കണ്ടുമുട്ടലുകൾ നാളത്തെ ദിവസം ഉണ്ടാകുന്നതാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ചില പ്രധാനപ്പെട്ട, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ കണ്ടുമുട്ടാനും വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്താനും ഒക്കെയുള്ള ഒരു ഭാഗ്യം കൂടി നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട്. നേർന്നു കിടക്കുന്ന എന്തെങ്കിലും രീതിയിലുള്ള വഴിപാടുകൾ മുടങ്ങി കിടക്കുന്നുണ്ടോ എന്നതുകൂടി ഒന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ മുടങ്ങി കിടക്കുന്ന ഏതെങ്കിലും വഴിപാടുകൾ ഉണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാനും നാളത്തെ ദിവസം ശ്രമിക്കേണ്ടതാണ്. ഉത്തരമാണ് അടുത്ത നക്ഷത്രം. ഈശ്വര പ്രാർത്ഥനകൾ വളരെയധികം വേണ്ടുന്ന ഒരു ദിവസം കൂടിയാണ് നാളെ. പ്രാർത്ഥനകളാണ് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് പോകുന്നതിന് സഹായിക്കുന്നതും. ദമ്പതികൾക്ക് ഒരുമിച്ച് ജോലി ചെയ്ത് ഒരുമിച്ച് താമസിക്കുന്നതിനുള്ള അവസരങ്ങളൊക്കെ നാളത്തെ ദിവസം വന്നു ചേരുന്നതാണ്. അപമാനകരമായ ഒരുപാട് കാര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ചെയ്യാത്ത തെറ്റുകൾക്ക് വരെ പഴി കേൾക്കേണ്ടതായ അവസ്ഥകളും വന്നിട്ടുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് മറ്റൊരാൾ ചെയ്ത തെറ്റായിരിക്കും, പക്ഷേ അതിന് പഴി കേൾക്കേണ്ടത് വന്നത് നിങ്ങൾക്കുമാണ്. അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ തെറ്റ് ചെയ്ത ആളുടെ കുറ്റസമ്മതമൊക്കെ നടക്കാനുള്ള ഒരു സാധ്യതയും നാളത്തെ ദിവസം കാണുന്നുണ്ട്. അപ്പോൾ ഈശ്വരാധീനത്തോടു കൂടി, ഈശ്വര പ്രാർത്ഥനയോടുകൂടി വേണം നാളത്തെ ദിവസത്തെ കൈകാര്യം ചെയ്യുവാനായിട്ട്. ആയില്യമാണ് അടുത്ത നക്ഷത്രം. പുതിയതായി എന്തെങ്കിലും ബിസിനസ് തുടങ്ങുന്നെങ്കിൽ, അല്ലെങ്കിൽ പുതിയതായി എന്തെങ്കിലും സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നെങ്കിൽ നാളത്തെ ദിവസം അതിന് പണം മുടക്കുന്നതിന് വളരെയധികം ഉത്തമമായ ദിനമാണ്.
നാളത്തെ ദിവസം ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾക്ക് ഭാവിയിലും അത് വളരെയധികം നേട്ടവും മേന്മയും നൽകുന്നതാണ്. സൗമ്യമായിട്ടുള്ള പ്രവൃത്തികൾ വേണം നാളത്തെ ദിവസം ചെയ്യാനായിട്ട്. ആരുമായും ദ്വേഷിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ ഉറക്കെയുള്ള സംസാരത്തിനോ പോകാതിരിക്കുക. നാളത്തെ ദിവസം വളരെയധികം പ്രധാനപ്പെട്ട ഒരു ദിനമാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ സൗമ്യമായ സംഭാഷണങ്ങൾ പോലും നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായ ഊർജത്തെ നാളത്തെ ദിവസം പ്രദാനം ചെയ്യുന്നതാണ്. അപ്പോൾ നാളെ ജൂൺ മാസം 21 വളരെയധികം ഭാഗ്യം അനുകൂലമായി വരുന്ന 12 നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത്.